IPL ഓപ്ഷനിൽ 9.20 കോടി രൂപയ്ക്ക് മുസ്തഫീസുർ റഹ്മാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഉടമയായ ഷാറൂഖ് ഖാൻ വാങ്ങിച്ചതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. അതായത് സംഗീത് സോം എന്ന BJP നേതാവ് പറയുന്നത് ഷാറൂഖ് ഖാൻ ഒരു ട്രൈറ്റർ ആണ് എന്നുള്ളതാണ്. ഗദ്ദാർ എന്നാണ് പുള്ളിയുടെ വാക്ക് വിശേഷണം. ട്രൈറ്റർ, അതായത് രാജ്യദ്രോഹി എന്നാണ് വിളിപ്പേര്. എന്തുകൊണ്ട് ഷാറൂഖ് ഖാൻ ഇങ്ങനെ വിളിക്കുന്നു? മുസ്തഫീസുർ റഹ്മാൻ ഒരു ബംഗ്ലാദേശിയാണ്. 257ഓളം ഇന്റർനാഷണൽ മാച്ചസിൽ കളിച്ച മുസ്തഫീസുർ ആവട്ടെ ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ലെഫ്റ്റ് ആം പേസ് ബോളറാണ്. ഗംഭീരമായ പ്ലെയറാണ്, അതിഗംഭീരമായ പ്ലെയറാണ്, അതിനകത്തൊരു തർക്കവുമില്ല. പക്ഷെ പ്രശ്നം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ എല്ലാം വിഷയത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശി താരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ ഷാറൂഖ് ഖാനെ സംഗീത് സോം ഗദ്ദാർ അഥവാ രാജ്യദ്രോഹി എന്ന് വിളിപ്പിച്ചത്. ഒരു കാര്യമുണ്ട് ഇതിനകത്ത്, അതായത് ഇത് വളരെ സെൻസിറ്റീവായിട്ടൊരു ഇഷ്യൂ ആണെന്നൊക്കെ പറയുമ്പോൾ പോലും നമുക്കിതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കാം. ഷാറൂഖ് ഖാൻ എന്തുകൊണ്ടാണ് ഗദ്ദാർ എന്ന് വിളിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഇപ്പം ഷാറൂഖ് ഖാൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഇങ്ങനൊരു രീതിയിലേക്ക് ഒരു നറേറ്റീവ് മാറുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. പക്ഷേ ഈ മുസ്ലിം ഹിന്ദു എന്നുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്കിതിൻ്റെ ഫാക്ട്സിലേക്ക് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഷാറൂഖ് ഖാൻ എന്തുകൊണ്ടാണ് മുസ്തഫീസുർ റഹ്മാനെ 9.20 കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ വാങ്ങിക്കാനുള്ള കാരണം? BCCIയുടെ ഭാഗത്തു നിന്നോ ICCയുടെ ഭാഗത്തു നിന്നോ IPL കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നോ മുസ്തഫീസുർ റഹ്മാനെ ഓപ്ഷനിൽ കളിപ്പിക്കേണ്ട, ഓപ്ഷനിൽ പോലും കൊണ്ടുവരേണ്ട എന്നൊരു തീരുമാനം BCCIക്ക് എടുക്കാം, ICCക്ക് എടുക്കാം, IPL ഗവേണിംഗ് കമ്മിറ്റിക്ക് എടുക്കാം. അപ്പോൾ മുസ്തഫീസുർ റഹ്മാൻ കളിക്കുന്നതിൽ പ്രശ്നമില്ല. ബംഗ്ലാദേശി താരമായ മുസ്തഫീസുർ റഹ്മാൻ ഇത്തവണത്തെ 2026 IPL കളിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് BCCIയും IPLും ഒരുമിച്ച് തീരുമാനമെടുത്താൽ മാത്രമല്ലേ മുസ്തഫീസുർ റഹ്മാന് ഇവിടെ ഓപ്ഷനിലെങ്കിലും വരാൻ കഴിയൂ. അപ്പോൾ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാലല്ലേ 10 ഫ്രാഞ്ചൈസികൾക്കും മുസ്തഫീസുർ റഹ്മാനെ വാങ്ങാൻ കഴിയുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. 9.20 കോടി രൂപയ്ക്ക് മുസ്തഫീസുർ റഹ്മാനെ വാങ്ങണമെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഉടമയായ ഷാറൂഖ് ഖാൻ മാത്രം വിചാരിച്ചത് നടക്കില്ല. കാരണം ഇതൊരു ബിഡ് എമൗണ്ടാണ്. 9.20 കോടി രൂപയ്ക്ക് മുസ്തഫീസുറിനെ വാങ്ങണമെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പോലെ തന്നെ ഇതേ ബിഡിങ്ങിൽ പങ്കെടുത്ത മറ്റ് ഫ്രാഞ്ചൈസികളുമുണ്ട്. അപ്പോൾ അവരെല്ലാം രാജ്യദ്രോഹികളായിട്ട് വിശേഷിപ്പിക്കുമോ ഈ സംഗീത് സോം? ഇല്ല. വാങ്ങിച്ചത് ഷാറൂഖ് ഖാനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ആയതുകൊണ്ട് ഷാറൂഖ് ഖാൻ ട്രൈറ്റർ അഥവാ ഗദ്ദാർ എന്ന് വിളിക്കപ്പെടുന്നു. ഇതിനകത്ത് വളരെ ലോജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. മാത്രമല്ല മാധ്യമങ്ങൾ ഉൾപ്പെടെ സംഗീത് സോമിനോട് എന്തുകൊണ്ട് ഷാറൂഖ് ഖാനെ നിങ്ങൾ ഗദ്ദാർ എന്ന് വിളിക്കുമ്പോൾ സംഗീത് സോമിൻ്റെ മറുപടി ഗദ്ദാറിനെ പിന്നെ ഗദ്ദാർ എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കുക എന്നുള്ളത്, അതായത് രാജ്യദ്രോഹിയെ പിന്നെ രാജ്യദ്രോഹി എന്നല്ലാതെ എന്താ വിളിക്കുക എന്നുള്ളതാണ് സംഗീത് സോമിൻ്റെ മറുപടി. അതായത് ഈ IPLുമായി ബന്ധപ്പെട്ട് മുസ്തഫീസുർ റഹ്മാൻ എന്ന കളിക്കാരൻ ബംഗ്ലാദേശിയാണ്. ബംഗ്ലാദേശിയൻ പ്ലെയേഴ്സിനെ IPLിലേക്ക് കൊണ്ടുവരേണ്ട അതൊരു തീരുമാനം IPLോ BCCIയോ എടുത്തിട്ടില്ല. ഈ കഴിഞ്ഞ മണിക്കൂറുകൾ ഒട്ടാകെയായി ഈ ചർച്ചകളും പ്രശ്നങ്ങളും നടക്കുമ്പോൾ പോലും ഒരു അക്ഷരം, ഒരു വരി, ഒരു നോക്ക് പോലും വെക്കാൻ IPLോ BCCIയോ തയ്യാറായിട്ടില്ല. ഷാറൂഖ് ഖാൻ എന്ന ഇതിഹാസത്തെ, നാഷണൽ അവാർഡ് വിന്നർ, പത്മശ്രീ ഇതെല്ലാം നൽകി രാജ്യം ആദരിക്കുന്ന ഒരു വ്യക്തിയെ, ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയെ ആൻറ്റി നാഷണൽ എന്ന് വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ട്രൈറ്റർ എന്ന് വിളിച്ചുകൊണ്ട്, രാജ്യദ്രോഹി എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പോലും BJP എന്ന റൂളിംഗ് പാർട്ടിയുടെ ഒരു പ്രതിനിധിയാണത്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള മറുപടികളോ ഒന്നും നൽകാതെ ഇപ്പോഴും ഈ വിഷയം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ നേരിടുന്ന പ്രതിസന്ധി, പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ കാണുന്നതാണെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഉള്ള ചർച്ചകൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും വഴിവെക്കാതെയാണ് മുസ്തഫീസുർ ഇവിടെ കളിക്കാമെന്ന് തീരുമാനിക്കുന്നത്. ഇനി മറ്റൊരു കാര്യമുണ്ട്. പാകിസ്ഥാൻ താരങ്ങൾ എന്തുകൊണ്ടാണ് IPLിൽ കളിക്കാത്തത്? ഒരു തീരുമാനം BCCI എടുക്കുന്നു, ICC അറിയിക്കുന്നു, IPL ഗവേണിംഗ് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കുന്നു, പാകിസ്ഥാൻ താരങ്ങൾ ഇനി IPL കളിക്കേണ്ട. ഒരു കാലത്ത് IPL കളിച്ചുകൊണ്ടിരുന്നത് പാകിസ്ഥാൻ താരങ്ങളാണെന്ന് നമുക്കറിയാം. സോഹൈൽ തൻവീർ കളിച്ചിട്ടുണ്ട്, ഷാഹിദ് അഫ്രീദി കളിച്ചിട്ടുണ്ട്, എത്രയോ IPL താരങ്ങൾ ഇവിടെ വന്ന് പാകിസ്ഥാൻ താരങ്ങൾ ഇവിടെ വന്ന് IPL കളിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ താരങ്ങൾ പിന്നീട് IPL ഇത് മാറ്റി നിർത്തി. അതുപോലെ ബംഗ്ലാദേശുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ബംഗ്ലാദേശി താരങ്ങളെ മാറ്റി നിർത്തേണ്ടത് ഷാരൂഖ് ഖാൻ അല്ല, ഇവിടെയുള്ള BCCIയും IPL ഗവേണിംഗ് കമ്മിറ്റിയുമാണ്. അവർ അനുവദിക്കുന്നു മുസ്തഫീസുർ റഹ്മാനെ ഇവിടെ കളിപ്പിക്കാം, IPL കളിപ്പിക്കുന്നതിൽ വിഷയമില്ല. മുസ്തഫീസുർ മാത്രമല്ല, ബംഗ്ലാദേശിൽ നിന്നുള്ള ഏത് താരത്തിനെയും IPL കളിപ്പിക്കാമെന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ ഷാറൂഖ് ഖാൻ ആരാണ്? ഷാറൂഖ് ഖാൻ്റെ ടീമിന് ആവശ്യമുണ്ട്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന 3 തവണ IPL നേടിയ ആ ടീമിന് മുസ്തഫീസുറിന് ആവശ്യമുണ്ടെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്തഫീസുറിനെ കൊണ്ടുവരുന്നത്. ഇത് ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടൊരു വിഷയം ഉണ്ടാക്കാനും ഷാറൂഖ് ഖാനെ രാജ്യദ്രോഹി എന്ന് മുദ്ര കുത്താനും വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ
ഇവിടെ വല്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായി ഈ ഒരു വിഷയം നാഷണൽ മീഡിയയിൽ ഒട്ടാകെ തന്നെ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്.